പത്രത്തിലെ ഫ്രണ്ട് പേജിൽ കഴിഞ്ഞ ദിവസം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ പരസ്യം വന്നതാണ്. അതിൽ ലാപ്ടോപ്പാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 17,999 രൂപ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ്. മുകളിലോട്ടുള്ളതുണ്ട്. അവർ കൊടുക്കാവുന്നത് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുന്നത് 11,399 രൂപയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കുറേ സാധനങ്ങൾ എഴുതി. ഇതിൽ ഇതിൻ്റെ കൂടെയൊക്കെയാണ് എന്ന് ഇങ്ങനെയൊക്കെ ആളുകളെ മോഹിപ്പിക്കുന്ന തരത്തിൽ മിക്കവാറും പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഇത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ പരസ്യമുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കും, ഇന്ന സാധനം ഇത്ര രൂപ, അതിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് ഇന്നത്, ഇത്ര രൂപയുടെ സാധനത്തിന് ഇത്ര രൂപ വിലക്കുറവ്. നമ്മൾ പലപ്പോഴും ഈ ഒരു വിലക്കുറവും മറ്റും വിശ്വസിച്ചുകൊണ്ട് കടയിലേക്ക് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ എഴുതിയിട്ടുള്ള കഥകളൊന്നും ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഈ പരസ്യത്തിൻ്റെയൊക്കെ താഴെ ഒരു സൈഡിലാൻ്റെ T&C അപ്ലൈ എന്ന് പറഞ്ഞത് എന്താണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ സൈഡിൽ ചെറുതായിട്ട് എഴുതും. മിക്കവാറും ആരും ശ്രദ്ധിക്കാതെ പോകും, ചിലരൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും വരുമ്പോൾ നോക്കി T&C ഉണ്ടോ എന്നുള്ളത്. അവർക്ക് ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പരസ്യം കണ്ടിട്ട് ഇത് വിശ്വസിച്ച് കുറേ ആളുകൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആർക്കും വാങ്ങിക്കാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. അത് അവിടെ ഇരിക്കുന്ന സെയിൽസിലിരിക്കുന്ന ആളുകളുടെ കഴിവ് പോലിരിക്കും. അവർ കുറേ വാചകം അടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും, നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. പിന്നെ ചിലപ്പം ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കിട്ടാം. പക്ഷേ എന്തായാലും സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പനി ഒരു സാധനം ഉണ്ടാക്കുന്നു, അതിനൊരു വിലയുണ്ട്. പിന്നെ നമ്മൾ അതിലൊരു വില വ്യത്യാസം വരുന്നത്, നമ്മളിപ്പോൾ ഒരു 10 പീസ് വാങ്ങിക്കുന്നതും 10,000 പീസ് വാങ്ങിക്കുമ്പോഴും ഉള്ള വ്യത്യാസം അല്ലേ. അപ്പം ഇപ്പം ചിലപ്പോൾ നമുക്ക് സോപ്പിൻ്റെയൊക്കെ ഇത് വരത്തില്ലേ, 4 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 എണ്ണം ഫ്രീ എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ അത്തരത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ വലിയ വലിയ കമ്പനി അല്ലെങ്കിൽ കടക്കാർ ഒരുപാട് വാങ്ങിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടുമായിരിക്കാം. അതായിരിക്കാം ഒരു പക്ഷേ ഇവർ ഈ ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും ഓവറായിട്ട് നമ്മൾ വിശ്വസിച്ച് ചെല്ലരുത്. കുറച്ചൊക്കെ ശരിയായിരിക്കാം, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതാവും. ചിലപ്പോൾ നമ്മളെ ചിലപ്പോൾ പറ്റിക്കുന്നുണ്ടാവാം, നമുക്കറിയില്ല. അവരൊരിക്കലും അവരുടെ സാധനം വിറ്റിട്ട് നഷ്ടമുണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. പിന്നെ നമുക്കറിയാം അവരുടെ ഓരോ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ആകർഷകമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. പിന്നെ നിരവധി സ്റ്റാഫുണ്ട്. അപ്പം ഇതിനെല്ലാത്തിനുമുള്ള ചിലവുണ്ട്. അതെല്ലാം തന്നെയും നമ്മൾ വാങ്ങിക്കുന്ന ഈ സാധനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ കണ്ടെത്തുന്നത്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ഇത്രയും സ്റ്റാഫുകളുടേതും ആ സ്ഥലത്തിൻ്റെ റെൻറ്റും കറണ്ട് ബില്ലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ കൂടിയൊക്കെ ചിന്തിക്കണം. ചിലർ ഇതൊക്കെ കണ്ട് വെട്ടിൽ വീണ് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പാതി വില തട്ടിപ്പ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലുണ്ട്. അപ്പോൾ എപ്പോഴും വളഞ്ഞ വഴി കൂടെ പോകുന്നതിന് പകരം നമ്മൾ കറക്റ്റായിട്ട് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പുറകെ പോവുക. ഇല്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ശരിയല്ലേ?